എക്സ്പ്രസ് ചെയ്യാതെ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ഉം. ഇഷ്ടമുണ്ടോ, ഇഷ്ടല്ലേ, ദേഷ്യമുണ്ടോ, സങ്കടമുണ്ടോ? ഉം. ഇതൊന്നും മനസ്സിലാവാതെ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുക? ഉം. ഇപ്പം പണ്ടത്തെ ഇവര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഉപദ്രവമില്ല. കള്ളുകുടിയില്ല, വലിയില്ല, അടിയില്ല, ബഹളമില്ല, ഒന്നുമില്ല. സമാധാനം. എന്നാൽ അവരുടെ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ അവർ വളരെ ചുരുക്കമൊക്കെ ആയിരിക്കും മിണ്ടുന്നത്. ഒരു ഉം, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോന്ന് വെച്ചാൽ ആണ്. ഉം. അല്ലേന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു പെരുമാറ്റമാണ്. പക്ഷെ അവർ ലോങ് ഇയേഴ്സ് ആയിട്ടുണ്ടാവും സക്സസ്ഫുൾ ആയിട്ട് മാരേജ് ലൈഫ് പോകുന്നത്. അങ്ങനത്തെ ഒരു മാരേജ് ലൈഫിനെ ഒരു സക്സസ്ഫുൾ മാരേജ് ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ ആ വേർഡാണ് നോക്കിയത്. സക്സസ്ഫുൾ എന്നുള്ളത്, നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ മ്യൂച്വലി ഹാപ്പി ആക്കാനും ഉം. ഒരുമിച്ച് ഗ്രോ ചെയ്യാനും ഉം. ഉം. നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കാനും ഉം. നമ്മളൊരു ബെറ്റർ ലെവലിലേക്ക് എത്താനും ഉം. അത് പല കാര്യങ്ങളിൽ നമ്മളെ ത്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിയനാണ്, ഉം. 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 അല്ലേ? അതെ. അപ്പം അതിൽ അടിയിടി വഴക്കുണ്ടാവണമെന്നോ എപ്പോഴും ഇങ്ങനെ ജിൽജിലായിട്ട് നിൽക്കണമെന്നോ ഉം. അല്ല. ഉം. അറ്റ്ലീസ്റ്റ് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് ഉം. ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഇന്റേണൽ വേൾഡ് മറ്റേ ആൾക്ക് മനസ്സിലാക്കി കൊടുത്താലല്ലേ ഉം. അയാൾക്കും അതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. ഉം. ഉം. ഇത് രണ്ടുപേരും ഒരേപോലെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയും ഒന്നും പ്രശ്നമില്ല, നീ നിന്റെ വഴി ഞാൻ എൻ്റെ വഴി, നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുമിച്ചാണ് ഉം. ഫാമിലി റൺ ചെയ്യാൻ, അതെ. കസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം എന്ന് ഉം. വിചാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഒരാൾ ആഗ്രഹിക്കണമുണ്ട്, ഉം. മറ്റേ ആൾ അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഒരാൾ എന്തായാലും ഹേർട്ട് ആവണില്ലേ? ഉം.